ഹലോ ഗായ്സ്, നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സൈക്ലിംഗ് നടത്തിയാണ് കേട്ടോ. ലീഡ്സിലെ സ്പ്രിങ്സ് റീറ്റെയിൽ പാർക്കിൽ നിന്ന് നമ്മൾ യോർക്ക് വഴിയുള്ള ഒരു സൈക്കിൾ റോഡുണ്ട്, സൈക്കിൾ പാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ ഇന്ന് സൈക്ലിംഗ് നടത്തിയാണ്. ഇതാണ് എൻ്റെ സൈക്കിള്. ഒരു ഹൈബ്രിഡ് മോഡ് സൈക്കിളാണ്. ഇലക്ട്രിക് ഒന്നുമല്ല, ഹൈബ്രിഡ് വെർഷനാണ്. റോഡ് ബൈക്ക് എന്ന് പറയും. റോഡ് ബൈക്ക് ഹൈബ്രിഡ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു യാത്രയിലാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും പുറകെ. ഓക്കെ. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിലെ വലിയൊരു കൃഷിയിടം പോലെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഉരുളക്കിഴങ്ങോ മറ്റോ കൃഷി ചെയ്യുന്നൊരു കൃഷിയിടമാണെന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടോ, അവിടെ ഒരു ചെറിയൊരു ഓവർ ബ്രിഡ്ജാണ്. അത് ഈ റോഡും അപ്പുറത്തെ ഭാഗമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഓവർ ബ്രിഡ്ജാണ്. സൈക്കിള് കാൽനടക്കാർക്കുമൊക്കെ പോകാൻ പറ്റിയ ഒരു ഓവർ ബ്രിഡ്ജ്. മെയിൻ റോഡാണത്. ഇത് ലീഡ്സ് ഈസ്റ്റ് ഓർബിറ്റൽ റോഡെന്നാണ് പറയുന്നത്. ഈ റോഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഉരുളക്കിഴങ്ങ് പാടമാണെന്ന് ഞാൻ കരുതിയത്, പക്ഷെ അല്ല. ഇപ്പോൾ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിടാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. കാര്യം വലിയ പുല്ലാണ് കിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ നല്ല മനോരമ ദൃശ്യമല്ലേ, മരം നോക്കി. ഒരു വലിയൊരു ഫാമിന് നടുക്ക് വലിയൊരു മരം അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളൊക്കെ വരുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റോഡായി മാറിക്കഴിഞ്ഞു. അപ്പോൾ റോഡിന് ഇരുവശവും പലതരത്തിലുള്ള ഹൗസ് കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ടൈലർ വിംബി മൂർവിക് സ്പ്രിങ്സ്. അപ്പോൾ ഓൾറെഡി കുറേ വീടൊക്കെ പണിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ പലരും വാങ്ങിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് ഇവിടെ. നല്ലൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. അത് 15 കിലോമീറ്ററുള്ളൊരു പാത്താണ് ഈ സൈക്കിൾ പാത്ത്. അപ്പോൾ നമ്മൾ പകുതി ദൂരമൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. എന്നാലും നല്ല കുറേ ദൂരമുണ്ട്. ഇത് കണ്ടോ, ഇത് ഒരു 1-2 കൊല്ലത്തിന് മുമ്പ് ചെയ്ത വീടുകളാണ് ഇവിടെ. ഇപ്പോൾ സോളാർ പാനലൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഈ പുതിയ വീടുകൾക്കൊക്കെ ഏതാണ്ട് റെഗുലേറ്റഡ് ആണ് ഈ സോളാർ പാനലൊക്കെ വെക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ സോളാർ പാനൽ വെച്ച വീടുകളാണ് ഇതൊക്കെ. അല്ല, റെഗുലേറ്റഡ് ഒന്നും അല്ല. നമ്മൾ കസ്റ്റമേഴ്സിന് വെക്കണമെങ്കിൽ വെക്കാം. പക്ഷേ കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളൊക്കെയാണ് UK വരുന്നത് കേട്ടോ. ഏകദേശം എല്ലാം കണ്ടോ, ഡിസൈനൊക്കെ ഒരുപോലെ. പ്ലാനിങ് പെർമിഷനൊക്കെ അങ്ങനെ വരുത്തുള്ളൂ. നമ്മുടെ ഇഷ്ടപ്രകാരം വീടുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ വീടുകൾ. മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള വീടുകളാണ്. ഹലോ പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ സൈക്കിളൊക്കെ ഓടിച്ച് ഇവിടെ ഒരു യൂണിലിവറിൻ്റെ വലിയൊരു ഓഫീസുണ്ട്. എനിക്കൊന്ന് അത് അവരുടെ ഡിയോഡറൻസിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. അപ്പോൾ യൂണിലിവർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. നമ്മുടെ ഡിയോഡറൻസ്, മറ്റേ സർഫ് എക്സൽ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ ഉൽപ്പാദകരാണ് യൂണിലിവർ. അവരുടെ വലിയൊരു ഓഫീസാണ്. മാത്രമല്ല ഇവിടെ ഒരു KFC ഉണ്ട്. കണ്ടോ, ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന ഓഫീസ് ജീവനക്കാരൊക്കെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ.
ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് പറയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്ലിംഗ് ഇന്ന് ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. നല്ലൊരു റൈഡായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം റൈഡ് ചെയ്തു. ഏതാണ്ടൊരു 500 കാലറീസ് നമ്മൾ ബേൺ ചെയ്തു. നല്ലൊരു റൈഡായിരുന്നു. ഒത്തിരി നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ ഒരു റെസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. താങ്ക് യു എവരി വൺ.